ഹലോ നമസ്കാരം. ഏറ്റവും വിചിത്രമായ രഹസ്യം എന്ന് പറയുന്ന ഒരു ഓഡിയോ ടേപ്പ് അത് നമുക്ക് യൂട്യൂബിലും ഓൺലൈനിലും എല്ലാം കാണുവാനായിട്ട് സാധിക്കും, കേൾക്കുവാനും സാധിക്കും. ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ്. മനുഷ്യ ജീവിതത്തിൽ വളരെയധികം ചേഞ്ച് കൊണ്ടുവന്ന, മാറ്റം കൊണ്ടുവന്ന, വിജയം കൊണ്ടുവന്ന ഒരു ഓഡിയോ ടേപ്പാണിത്. എൽ നൈറ്റിംഗലാണ് ഈ ഓഡിയോ അതല്ലെങ്കിൽ ഈ പ്രഭാഷണം നടത്തുന്നത്. വലിയതായ രഹസ്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് എങ്ങനെയാണ്, ഈ വലിയ രഹസ്യം എങ്ങനെയാണ് മനുഷ്യനെ മാറ്റിയത്, എന്താണ് ആ വലിയ രഹസ്യം എന്നുള്ള ആ ഓഡിയോ ടേപ്പ് തീർച്ചയായും കേൾക്കുക. ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചിന്തകൾ പറയുന്നത് തുടർച്ചയായി 30 ദിവസം ഈ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്, ഏറ്റവും വിചിത്രമായ രഹസ്യം എൽ നൈറ്റിംഗേൽ പറഞ്ഞത് ഓഡിയോ ടേപ്പ് കേൾക്കുകയാണെങ്കിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. അനേകം ആളുകൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ട്. അനേകം ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി എന്ന് ഇതിൽ സാക്ഷ്യപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഇംഗ്ലീഷ് ഓഡിയോ എൽ നൈറ്റിംഗേൽ പറയുന്നത് തന്നെ കേൾക്കുക. ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം. തുടർച്ചയായി 30 ദിവസം കേൾക്കുക. 30 ദിവസമല്ല, എല്ലാ ദിവസവും കേൾക്കുവാൻ സാധിക്കുമെങ്കിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഈ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഓഡിയോയുടെ ആദ്യം തന്നെ ആരംഭിക്കുന്നത് ഡോക്ടർ ആൽബർട്ട് ഷീസറോട് ഒരു അഭിമുഖത്തിൽ ഒരാൾ ചോദിക്കുകയാണ്. ആൽബർട്ട് ഷീസർ ഒരു നോബൽ ലോറേറ്റാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ്. മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടാകാം, പക്ഷേ ശരിയായി ചിന്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം ഗോൾഡൻ ഏജ് എന്നാണ് പറയുന്നത്. സുവർണ്ണ കാലഘട്ടം, സുവർണ്ണ യുഗത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. കാരണം ധാരാളം പൂർവികരായ ആളുകളുടെ കഠിന പ്രയത്നങ്ങൾ, കഠിന ശ്രമങ്ങൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, ഇവയിലെല്ലാം രൂപപ്പെട്ട ലോകത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലസ്ഡ് ആയിട്ടുള്ള ലോകത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതിനെ എങ്ങനെ ലിവറേജ് ചെയ്യണം, എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ആൽബർട്ട് ഷീസർ പറഞ്ഞു വെച്ചത്. ഒരു പക്ഷേ തീർച്ചയായും അത് ശരിയായിരിക്കാം. എത്രയോ കഷ്ടപ്പാടുകളുടെ പ്രതിഫലമായിട്ടാണ് ഇന്നത്തെ ലോകമുണ്ടായിരിക്കുന്നത്. എത്രയോ കണ്ടുപിടുത്തങ്ങൾ, എത്രയോ പരാജയങ്ങൾ, എത്രയോ പരിശ്രമങ്ങൾ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ലോകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എത്രയോ അധികം കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയിട്ടുള്ളത്, എത്രയോ അവസരങ്ങളാണ് മനുഷ്യനുള്ളത്. പക്ഷേ അവയെ നാം യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ചിന്തകൾ പറയുന്നത്. 25 വയസ്സുള്ള കുറേ ആളുകൾ, 100 ആളുകൾ എടുത്തു. അവർ 65 വയസ്സായപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കുകയുണ്ടായി. അതിൽ 65 വയസ്സായപ്പോൾ ഈ 25 പേരിൽ ഒരാൾ മാത്രമാണ് ശക്തരായ, വിജയപ്രദമായിട്ടുള്ള ഒരാളായി മാറിയത്. ഫിനാൻഷ്യൽ ടേംസിലും പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ടേംസിലും വളരെ വിജയിയായി മാറിയത് ഒരാൾ മാത്രമാണ്. 4 പേർ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തു. 5 പേർ ശരാശരി ജോലി ചെയ്ത് ജീവിച്ചു. ബാക്കി 54 പേരും വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാതെ ശരാശരിയിലും താഴെയായി മാറി. 100 പേരിൽ ഒരാൾ മാത്രമാണ് വിജയിച്ചത്, വലിയ വ്യക്തിത്വമായി മാറിയത്. വെറും 4 പേർ മാത്രമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തത്. എന്ന് വെച്ചാൽ 5 പേർക്ക് മാത്രമേ വലിയതായൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിച്ചുള്ളൂ. 5% ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ നേട്ടം കൊണ്ടുവരുവാൻ സാധിച്ചുള്ളൂ. എന്തുകൊണ്ടാണ് വെറും 5% ആളുകൾ മാത്രം വിജയിക്കുന്നത്? എന്തുകൊണ്ടാണ് 5%ത്തിൽ കൂടുതൽ ആളുകൾക്ക് വിജയിക്കാൻ സാധിക്കാത്തത്? അതല്ലെങ്കിൽ 95% ആളുകളും എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്, വിജയിക്കാത്തത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് ഈ ഓഡിയോയിൽ പറയുന്നത്. സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്, ആ വിചിത്രമായ രഹസ്യത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ, ഈ ചിന്തയിൽ പറയുന്നത്. ഏറ്റവും വിചിത്രമായ രഹസ്യം, ആ രഹസ്യം തീർച്ചയായും നാം മനസ്സിലാക്കണം. ആ രഹസ്യം മനസ്സിലാക്കിയാൽ, അത് പ്രയോജനപ്പെടുത്തിയാൽ ജീവിതത്തിൽ വലിയ മാസീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുവാൻ സാധിക്കും. വെറും 5% ആളുകൾ മാത്രമാണ് വിജയിക്കുന്നത്. പ്രധാനമായും ഒരു കാര്യത്തെക്കുറിച്ച് ഈ പുസ്തകം, ഈ ചിന്തകൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിന് വിജയം എന്നുള്ള കാര്യത്തെ നാം ആദ്യം നിർണ്ണയിക്കണം. എല്ലാവർക്കും വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉചിതമായ ആദർശത്തിൻ്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ് വിജയം എന്ന് പറയുന്നത്. ഉചിതമായ ആദർശത്തിൻ്റെ പുരോഗമനപരമായ സാക്ഷാത്കാരം. നല്ലൊരു ആദർശം, നല്ലൊരു കാര്യം, നമുക്ക് മറ്റുള്ളവർക്ക് നല്ലതായിട്ടുള്ള കാര്യം, അതിനെ പ്രോഗ്രസീവായി, പുരോഗമനപരമായി മുന്നോട്ട് പോയി അതിനെ സാക്ഷാത്കരിക്കുന്നതാണ് വിജയം എന്ന് പറയുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യം, അതാണ് ഡയറക്ഷൻ. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യവും ഉണ്ടാക്കുക, അതിലേക്ക് പോകാനുള്ള വഴിയും കണ്ടെത്തുക. ഇത് രണ്ടും ഒരു സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ടായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതല്ല യഥാർത്ഥ സീക്രട്ട്, അതിനെക്കുറിച്ച് പറയാം. പക്ഷേ നാം എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ടോ? ആ പോകേണ്ട വഴി നമുക്കറിയാമോ? ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉചിതമായിട്ടുള്ള ആദർശപരമായിട്ടുള്ള ലക്ഷ്യം നമുക്കുണ്ടോ?
അതിലേക്ക് എത്താനുള്ള വഴി നമുക്കറിയാമോ? തീർച്ചയായും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ധൈര്യം വേണം ഇതിനെല്ലാം. പക്ഷേ ധൈര്യത്തിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റായി ഇതിനകത്ത് പറയുന്നത് കൺഫേമിറ്റി, അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പൊരുത്തപ്പെടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലോകത്തുള്ള മറ്റുള്ളവരോട് പൊരുത്തപ്പെടുകയാണ്. 95% ആളുകളും പരാജയപ്പെടുന്നു, അവരോട് പൊരുത്തപ്പെടുന്ന മനോഭാവം. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മാൻ സെർച്ച് ഫോർ മീനിങ്ങിൽ വിക്ടർ ഫ്രാങ്ക്ലിൻ ഇത് പറയുന്നുണ്ട്. ധൈര്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കൺഫേമിറ്റിയാണ്, പൊരുത്തപ്പെടുക, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുക. അതുകൊണ്ട് 95% ആളുകളും പരാജയപ്പെടുന്നു, നിങ്ങളും പരാജയപ്പെടാനുള്ള സാധ്യത വലിയ അളവിൽ കൂടുതലാണ്. അപ്പോൾ ഈ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് മനസ്സിലാക്കുക, വിചിത്രമായ രഹസ്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ടോ എന്നും ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള പാത നാം തെളിയിച്ചിട്ടുണ്ടോ എന്നും മനസ്സിലാക്കുക. ഒരു അധ്യാപകനാകാൻ ആഗ്രഹിച്ചെങ്കിൽ വിജയിയാണ്. ഒരു ചെരുപ്പ് തുന്നി ചെരുപ്പ് തുന്നിയാകാൻ ആഗ്രഹിച്ചെങ്കിൽ അദ്ദേഹം വിജയിയാണ്. ഒരു സംഗീത സംവിധായകനാകാൻ ആഗ്രഹിച്ചെങ്കിൽ വിജയിയാണ്. അതുപോലെ ലക്ഷ്യം നമുക്കുണ്ടോ, അതിലേക്കുള്ള വഴിയുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഒരു സർവേയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സർവേയിൽ 20 ആളുകൾ എടുത്ത ശേഷം അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് രാവിലെ എഴുന്നേൽക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? അതിൽ ഒരാൾക്ക് മാത്രമേ പറയാൻ സാധിച്ചുള്ളൂ ഞാൻ എന്തിനാണ് ജോലിക്ക് പോകുന്നതെന്നും എന്തിനാണ് രാവിലെ എഴുന്നേൽക്കുന്നതെന്നും. ബാക്കി 19 പേർക്കും എന്തിനാണ് എഴുന്നേൽക്കുന്നത് അറിയത്തില്ല, എന്തിനാണ് ജോലി ചെയ്യുന്നത് അറിയത്തില്ല. അവരുടെ ഉത്തരം ഇതാണ്: എല്ലാവരും ചെയ്യുന്നു, എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നു, ഞാനും രാവിലെ എഴുന്നേൽക്കുന്നു, എല്ലാവരും ജോലിക്ക് പോകുന്നു, ഞാനും ജോലിക്ക് പോകുന്നു. അങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പൊരുത്തപ്പെടൽ അല്ലെങ്കിൽ കൺഫേമിറ്റി, ലക്ഷ്യബോധമില്ലായ്മ, അത് വലിയ ഒരു ശത്രുവാണ്. 20-ൽ ഒരാൾ മാത്രമേ ആക്ഷൻ എടുത്തുള്ളൂ. ബാക്കി ആളുകളെല്ലാം എന്തൊക്കെയോ ചെയ്തുകൊണ്ട് പോകുന്നു. അവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ എ.എൽ. നൈറ്റിംഗേൽ പറയുന്നു, തൻ്റെ 20 വർഷത്തെ പരിചയത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ കീ ഓഫ് സക്സസ് എന്താണ്? ഹാർഡ് വർക്കാണോ? അല്ല. ചിലതെല്ലാം ഒരു മാന്ത്രിക സ്പർശം, തൊട്ടതെല്ലാം പൊന്നാക്കുന്നു എന്ന് പറയാറുണ്ട്. ഇയാൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്നു, ഇയാളുടെ കൈ മാന്ത്രിക സ്പർശനമാണ്. ചില ആളുകൾ എന്ത് ചെയ്താലും പരാജയപ്പെടും, എന്നും പരാജയമാണ്. അപ്പോൾ ഈ എ.എൽ. നൈറ്റിംഗേൽ പറയുന്നത് വ്യക്തമായ ലക്ഷ്യമാണ് വിജയത്തിൻ്റെ കീ എന്ന് പറയുന്നത്. ആ ഒരു കീ നമ്മുടെ കൈവശമുണ്ടോ, ലക്ഷ്യബോധം നമ്മുടെ കൈവശമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടോ, ഒരു പർപ്പസ് ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിൻ്റെ കീ ഉള്ളൂ. ഞാൻ കീയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ആ പൂട്ട് തുറക്കേണ്ടത് ആവശ്യമാണ്. അതാണ് യഥാർത്ഥമുള്ള സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വിചിത്രമായ രഹസ്യത്തെക്കുറിച്ച് ഞാൻ ഇനി പറയാൻ പോവുകയാണ്. തുറമുഖം വിടുന്ന ഒരു കപ്പൽ, വലിയ കപ്പലാണ്. ആ കപ്പലിൽ കപ്പിത്താൻ ഇല്ല എന്ന് വിചാരിക്കുക, ക്രൂ ഇല്ല എന്ന് വിചാരിക്കുക, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക. എന്താണ് സംഭവിക്കുക? ആ കപ്പൽ ആ തിരമാലയിൽ, ആ നടുക്കടലിൽ അലഞ്ഞ് തകർന്ന് വീഴുകയുള്ളൂ. പക്ഷേ അതിൻ്റെ കപ്പിത്താനുണ്ട്, എങ്ങോട്ട് പോകണമെന്നറിയാം, എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പോകും. അതുതന്നെയാണ് കപ്പിത്താനില്ലാത്ത, ലക്ഷ്യമില്ലാത്തൊരു കപ്പലായി നാം അലയുകയാണെങ്കിൽ തീർച്ചയായും ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നുള്ളതാണ് ഈ ചിന്തകൾ പറയുന്നത്. ഒരു സെയിൽസ്മാൻ, ലോകത്തിൽ ഏറ്റവും അധികം ഉയരാൻ കഴിവുള്ള സാധ്യതകളൊന്നാണ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ബെസ്റ്റ് പ്രൊഫഷനായി പറയുന്ന ഒന്നാണ്. ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യമുണ്ടെങ്കിൽ, ലക്ഷ്യബോധമുണ്ടെങ്കിൽ, ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് നേടുവാൻ സാധിക്കുമെന്നാണ് എ.എൽ. നൈറ്റിംഗേൽ പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും മീഡിയോക്കറായി, ആവറേജായി, പ്രാക്ടിക്കലായി, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ ചിന്തിക്കുകയാണ്. പക്ഷേ നാം ഏത് സാഹചര്യത്തിലായിരിക്കുന്നു അവിടെ ഏറ്റവും അധികം എയിം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. പീഠഭൂമിയിലാണെങ്കിലും ഏറ്റവും ഉയരത്തിൽ ചിന്തിക്കുവാൻ സാധിക്കണം. അങ്ങനെ ചിന്തിച്ച് വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ, വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുവാൻ സാധിച്ചാൽ മാത്രമേ വിജയത്തിലേക്ക് മുന്നേറുവാൻ സാധിക്കൂ. ഇനിയാണ് ഈ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ടിനെ കുറിച്ച് പറയുന്നത്. എന്താണ് യഥാർത്ഥമുള്ള വിജയത്തിൻ്റെ രഹസ്യം? ആ വിചിത്രമായ രഹസ്യം എന്താണ് എന്ന് എ.എൽ. നൈറ്റിംഗേൽ പറയുകയാണ്. അത് നാം എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാം ആകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ വിജയത്തിൻ്റെ അല്ലെങ്കിൽ സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള സീക്രട്ട്. ഇത് എ.എൽ. നൈറ്റിംഗേൽ മാത്രമല്ല, ധാരാളം ആളുകൾ പറയുന്നുണ്ട്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, സൈക്കോളജി ഓഫ് തിങ്കിങ്, പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, ധാരാളം പുസ്തകങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ വിചിത്രമായ രഹസ്യം എന്ന് പറയുന്നത് തിങ്കിങ് ആണ്. മാർക്കസ് ഒറീലിയസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ ജീവിതം ചിന്തകൾ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എൻ്റെ ചിന്തകൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ചിന്തയാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ജീവിതം ഉണ്ടാകുന്നത് തന്നെ ചിന്തകൾ കൊണ്ടാണ്.
ഒറീലിയസ് അങ്ങനെയാണ് പറഞ്ഞത്. ഡിസ്രലി പറഞ്ഞത് എന്താണ്? കാത്തിരുന്നാൽ മാത്രമാണ് എല്ലാം എത്തിച്ചേരുന്നത്. ചിന്തിച്ച് ആ ചിന്തയെ കൺസിസ്റ്റൻ്റായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും നമുക്ക് നേടുവാൻ സാധിക്കും. എമ്മേഴ്സൺ പറയുകയാണ്, ദിവസം മുഴുവൻ നിങ്ങൾ എന്തിനേക്കോ ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളായിത്തീരുന്നത്. നാം എന്താണ് ചിന്തിക്കുന്നത്? എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അഗാധമായി ആഗ്രഹിക്കാറുണ്ടോ? അതിനുവേണ്ടി നാം എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നും ചിന്തിക്കാതെ, ഒരു ലക്ഷ്യബോധമില്ലാതെ, ഒന്നും ലക്ഷ്യം കാണാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ 95% ആൾക്കാരാണ്, അല്ലെങ്കിൽ മീഡിയോക്കറാണ്, അല്ലെങ്കിൽ ആവറേജാണ്, പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണ്. പക്ഷേ ലക്ഷ്യബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വില്യം ജെയിംസ് പറയുന്നു, മനസ്സിൻ്റെ മനോഭാവം ജീവിതത്തെ മാറ്റും. ശക്തമായി ആഗ്രഹിച്ചാൽ തീർച്ചയായും നേടുവാൻ സാധിക്കും. അപ്പോൾ ഈ ചിന്ത നമുക്കുണ്ടോ എന്ന് തീർച്ചയായും നാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ശക്തമായ ചിന്ത, ശരിയായ ചിന്ത, റൈറ്റായുള്ള ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. രണ്ടാമതായി എയർ നൈറ്റിംഗ് പറയുന്നത് ഫോക്കസിനെ കുറിച്ചാണ്. ലക്ഷ്യമുണ്ട്, ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഫോക്കസ് നമുക്കുണ്ടോ? അത് എപ്പോഴും ഡിസ്ട്രാക്റ്റായി പോവുകയാണോ? ഒരു ലക്ഷ്യം വെച്ചു, കുറേ കഴിയുമ്പോൾ അതിൽ നിന്ന് മാറുകയാണ്. അത് പിന്നീട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുകയാണോ ചെയ്യുന്നത്? ലക്ഷ്യത്തിലേക്ക് ഫോക്കസ്ഡായി വഴി മാറാതെ, പതറാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. മർക്കോസിന് സുവിശേഷം 9-23 ഇപ്രകാരം പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ സകലതും സാധ്യമെന്ന്. ഈ എയർ നൈറ്റിംഗിൽ അത് കോട്ട് ചെയ്യുന്നുണ്ട്. വിശ്വസിച്ചാൽ സകലതും സാധ്യം. വിൻസെൻ്റ് പോളി ഇതിനെക്കുറിച്ച് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നിയമം എന്നുള്ളതാണ്. വിശ്വസിച്ചാൽ സകലതും സാധ്യം. പലപ്പോഴും ആളുകൾക്ക് ലക്ഷ്യം വെക്കാൻ പേടിയാണ്. ലക്ഷ്യം വെച്ചാൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? നേടാൻ സാധിക്കുമോ? എനിക്കതിനുള്ള കഴിവുണ്ടോ? എനിക്കതിന് സാധിക്കുമോ? എനിക്ക് വലിയ പ്രശ്നങ്ങളാണ്, വിക്ടിം കാർഡ് പ്ലേ ചെയ്യുക. എൻ്റെ വീട്ടുകാരും അങ്ങനെ ആയിട്ടില്ല. പക്ഷേ വിശ്വാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മെക്കുറിച്ചുള്ള വിശ്വാസം നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട ആവശ്യമാണ്. വിശ്വസിച്ചാൽ സകലതും സാധ്യമെന്നുള്ള ആ വിശ്വാസം. ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു, തിങ്കിങ്ങിനെക്കുറിച്ച് പറഞ്ഞു, ഫോക്കസിനെക്കുറിച്ച് പറഞ്ഞു, ഫെയ്ത്തിനെക്കുറിച്ച് പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ശക്തമായ ലക്ഷ്യം, ശക്തമായ ചിന്ത, ശക്തമായ ഫോക്കസ്, ശക്തമായിട്ടുള്ള ഫെയ്ത്ത് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ചിന്തിക്കുമ്പോൾ ഒരു സംശയവുമില്ലാതെ ചിന്തിക്കുക. നെഗറ്റീവായ തോട്ട്സ് കടന്നു വരാതെ ചിന്തിക്കുക. ഈ കാര്യം നിനക്കൊന്നും സാധിക്കില്ല, ഇത് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, നിന്റെ തലയിൽ ഈ വരയില്ല, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം മാറ്റിവെക്കുക. അല്ലെങ്കിൽ കുറച്ച് മൂവ് ചെയ്യുമ്പോൾ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, എനിക്കിതിനുള്ള കഴിവില്ല എന്നുള്ള ചിന്ത മാറ്റിവെക്കുക. വിശ്വസിക്കുക, വിജയിക്കുക. വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും വിജയിക്കുവാൻ സാധിക്കും. ഷേക്സ്പിയർ പറഞ്ഞു, സംശയമാണ് വിജയത്തിൻ്റെ ശത്രു. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചോ നിങ്ങൾ ലക്ഷ്യത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശത്രുവാണ്. സംശയം തീർച്ചയായും മാറ്റേണ്ടത് ആവശ്യമാണ്. ബെർണാഡ് ഷാ പറഞ്ഞ എന്താണ്? അതും നമുക്ക് കേൾക്കാൻ സാധിക്കും. സാഹചര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല, സൃഷ്ടിക്കണം. സാഹചര്യങ്ങൾ പലതായിരിക്കാം. സാഹചര്യം നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് ലക്ഷ്യം നേടാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷേ നാം തന്നെ സൃഷ്ടിക്കണം. സക്സസ്ഫുൾ ആളുകൾ സക്സസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് പുസ്തകങ്ങൾ പറയുവാൻ സാധിച്ചത്. നമ്മുടെ റൂൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, നമ്മുടെ റോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, നമ്മുടെ ഫോമുല നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് വിജയിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പോസിറ്റീവ് ചിന്തകൾക്ക് പകരം, അല്ലെങ്കിൽ ഈ ആദർശപരമായ ചിന്തകൾക്ക് പകരം പലപ്പോഴും നമ്മുടെ മനസ്സിലെന്താണ്? ഫിയർ, ആങ്ഷൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ്, ആങ്കർ, ഇതെല്ലാം അല്ലേ ഉള്ളത്. ഇതുണ്ടെങ്കിൽ തീർച്ചയായും വിജയിക്കാൻ സാധിക്കില്ല. പോസിറ്റീവായ ചിന്തകൾ കൊണ്ട്, തോട്ട് കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കണം. ഇനി ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? എങ്ങനെയാണ് ഇത് സാധിക്കാൻ നമുക്ക് കഴിയുക? 95% ആളുകളും നാം പറഞ്ഞ ഫെയ്ത്ത് ഇല്ലാതെ, ഫോക്കസ് ഇല്ലാതെ, ലക്ഷ്യമില്ലാതെ, പോസിറ്റീവായി ചിന്തിക്കാതെ 95% ആളുകളും ഫിയർ, ആങ്ഷൈറ്റി, ഡൗട്ട് ഇതിലെല്ലാം ജീവിക്കുന്നവരാണ്. എന്നാൽ എങ്ങനെയാണ് നമുക്ക് ഈ 5% ആളുകളുടെ, അല്ലെങ്കിൽ 1% ആളുകളുടെ മനസ്സാർജിക്കുവാൻ സാധിക്കുക? ഈ മനസ്സിനെ ഒരു ഫാം ലാൻഡിനോടാണ് എയർ നൈറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഒരു മണ്ണിൽ എന്ത് വിത്താണ് ഇടുന്നത് അത് വിളയിക്കും. വിഷവത്തായ വിത്താണ് ഇടുന്നതെങ്കിൽ എത്ര വളം ചെയ്താലും, എത്ര വെള്ളമൊഴിച്ചാലും, എത്ര പരിപാലിച്ചാലും വിഷവത്തായ ഫലം മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. എന്താണോ മണ്ണിൽ വിതയ്ക്കുന്നത് അത് തന്നെയാണ് മണ്ണ് ഫലം പുറപ്പെടുവിക്കുന്നത്. മനസ്സിനൊരു ഫാം ലാൻഡായി സങ്കല്പിക്കുക. പലപ്പോഴും രാവിലെയും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെയും പല പ്രദേശത്ത് നടന്നു പോകാറുണ്ട്. വനപ്രദേശം, നെൽവയൽ, ചതുപ്പ് നിലം, പള്ളയും കാടുള്ള സ്ഥലങ്ങളെല്ലാം, എല്ലാം മണ്ണ് ഫലഭൂഷ്ടിയുള്ള മണ്ണാണ്. പക്ഷേ അവിടെ വിതച്ചിരിക്കുന്നത്, അവിടെ വളർന്നിരിക്കുന്നത്, അവിടെ എന്താണോ വിതയ്ക്കപ്പെട്ടത് അത് തന്നെയാണ് വളർന്നിരിക്കുന്നത്. ഫലഭൂഷ്ടിമായി വളരുന്നുണ്ട്, ഇടതൂർന്ന് വളരുന്നുണ്ട്, പച്ചപ്പുഴ തഴുപ്പുഴ വളരുന്നുണ്ട്. പക്ഷേ വിതച്ചത് നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മനസ്സിലേക്ക് എന്താണോ കൊണ്ടുവരുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുവാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഫ്രീ ഗിഫ്റ്റാണ്. ജനിച്ചപ്പോൾ നമുക്ക് കിട്ടിയൊന്നാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫാമിലി, സൊസൈറ്റി, ടീച്ചിങ്സ് എല്ലാം പല നെഗറ്റീവായ കാര്യങ്ങളും കൊണ്ടുവന്നു. അതുകൊണ്ട് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അത്ര പ്രധാനമായി കാണേണ്ട ആവശ്യമില്ല. വാഹനം നമുക്ക് പണം കൊടുത്ത് വാങ്ങാം, വീട് പണം കൊടുത്ത് വാങ്ങാം. പക്ഷെ പണം കൊടുത്താൽ കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, സ്വാധീനിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വളരെ വിലയുള്ളതാണ്. പണം കൊടുത്താൽ കിട്ടാത്ത ചില കാര്യങ്ങൾ പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല. അത് ഫ്രണ്ട്ഷിപ്പായിരിക്കാം, സ്വഭാവമായിരിക്കാം, ക്വാളിറ്റി ആയിരിക്കാം. ഇതെല്ലാം നാം ആർജിക്കേണ്ടത് നല്ല ചിന്തകളിലൂടെയാണ്. മനുഷ്യൻ തൻ്റെ 10% താഴെ മാത്രമേ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. വെറും 10% മാത്രമേ മനുഷ്യൻ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ വിജയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. തീർച്ചയായും നാം 90% കഴിവും ഇനിയും യൂസ് ചെയ്യാനുള്ള ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചിന്തകളെ പോസിറ്റീവായി ഫീഡ് ചെയ്യുക, പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ എപ്പോഴും നിറയ്ക്കുക. ഈ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്നത്, വിചിത്രമായ രഹസ്യം എന്ന് പറയുന്നത് ചിന്തയാണ്. ദ മാൻ ഹു തിങ്കത്ത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, ഇതെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് ഈ ഗൂഢമായിട്ടുള്ള കാര്യമാണ്. എന്താ നിങ്ങൾ എയിം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, അതിനുവേണ്ടി കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുക. ഒരു കാര്യം ഉറപ്പായും പറയുന്നു, 100% നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തെ നേടുവാൻ സാധിക്കും. കാരണം എന്താണെന്ന് പുസ്തകം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഏൽ നൈറ്റിംഗിൽ പറയുന്നുണ്ട്. പ്രകൃതിയുടെ നിയമമാണിത്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫോക്കസ്ഡായി വിശ്വാസത്തോടെ ഫിയർ കൂടാതെ നിങ്ങൾ ലക്ഷ്യബോധത്തിൽ ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ യൂണിവേഴ്സിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഒരു സാധനം മുകളിൽ താഴേക്ക് ഇട്ടാൽ താഴേക്ക് മാത്രമേ പോകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് സാധിക്കുമെന്ന് ചിന്തിക്കുക, വിഷ്വലൈസ് ചെയ്യുക, വിശ്വസിക്കുക, അത് സാധിക്കുക തന്നെ ചെയ്യും. ഈ സംഭവം പറയുമ്പോൾ ഏൽ നൈറ്റിംഗിൽ പറയുന്നുണ്ട്, അദ്ദേഹം US-ലായിരിക്കുമ്പോൾ വലിയൊരു വാഹനം, വലിയൊരു ട്രക്ക് എന്തോ ഐറ്റം കൊണ്ട് പോവുകയാണ്. ആ വലിയ ട്രക്ക് ഡ്രൈവ് ചെയ്യുന്നത് ഒരു ചെറിയ ആളാണ്. ഒരു ചെറിയ ആൾ ആ വണ്ടിയിൽ കയറുന്നു, അതിൻ്റെ മുകളിൽ ചേർന്നു, ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവ് ചെയ്യുന്നു. ആ വാഹനം വളരെ വലുതാണ്, ഹ്യൂജ്, വളരെ വലിയൊരു വാഹനമാണ്. പക്ഷേ ചെറിയ വ്യക്തി ആ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, പക്ഷേ ജീവിതം എന്ന് പറയുന്നത് വളരെ വലിയ സങ്കീർണമായിട്ടുള്ള ഒന്നായിരിക്കാം. പക്ഷേ സ്റ്റിയറിംഗിൽ നാം എത്ര ധൈര്യത്തോടെ ഇരിക്കുന്നു, ആ സ്റ്റിയറിംഗിൽ എത്ര ധൈര്യത്തോടെ പിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ സക്സസ് നിയന്ത്രിക്കുന്നതാണ്. ആ ഡ്രൈവർ എങ്ങനെ അതിനെ നിയന്ത്രിക്കുന്നു, എങ്ങനെ കറേജിയസായി കോൺഫിഡൻ്റായി കൊണ്ടുപോകുന്നുള്ളത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അനേകം ആളുകൾക്കും ഈ സീക്രട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും വിചിത്രമായി തന്നെ, സ്ട്രേഞ്ചസ്റ്റായി തന്നെ ഇതിരിക്കുന്നതെന്നും ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ഇത് പ്രാക്ടീസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 5% ആളുകൾ മാത്രമേ ഇത് ഫോളോ ചെയ്യുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യുവാനായിട്ട് സാധിക്കും. റോഡോ ഡെയിലി എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള ഗ്രോ പാറ്റേഴ്സൺ അദ്ദേഹം പറയുന്നുണ്ട്, വളരെ ചെറിയൊരു ജീവിതം മാത്രമേ ഉള്ളൂ, ആ ജീവിതം എൻജോയ് ചെയ്യേണ്ടതാണ്. ഡു വാട്ട് എവർ പോസിബിൾ. അദ്ദേഹം ഗലീലിയക്കാരനായ ജീസസ് ക്രൈസ്റ്റിനെ കോട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന പോലെ തന്നെ അത് സാധിക്കും, വിശ്വസിച്ചാൽ സകലതും സാധിക്കും, വിശ്വസിച്ചാൽ സകലതും സാധ്യമാണെന്നുള്ള മാർക്ക് 9:23 എന്നുള്ള ആ വേഴ്സസിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. വിശ്വസിക്കുക, നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കുക, തുടർച്ചയായി 30 ദിവസം കേൾക്കുന്നെങ്കിൽ വലിയ മാറ്റം വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ വീഡിയോ കേൾക്കണമെന്നില്ല, ഏൽ നൈറ്റിംഗേലിൻ്റെ നേരിട്ടുള്ള വീഡിയോ നിങ്ങൾ കേൾക്കാം. വളരെ ലഘുവായി, ലളിതമായി മനസ്സിലാക്കുന്ന ഭാഗത്ത് ഞാൻ പ്രാക്ടിക്കൽ ടിപ്സായി ഈ വീഡിയോയിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതം വിജയിക്കട്ടെ. ചിന്തകൾ, ലക്ഷ്യം, ഫോക്കസ്, ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തെ മാറ്റും.